CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്കും പിണറായി വിജയനും കുരുക്കായി ശശിധരൻ കർത്തയുടെ മൊഴി. വീണ CMRLന് സേവനം നൽകിയിട്ടില്ലെന്നും പിണറായിയുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് കരാറെന്നുമാണ് കർത്തയുടെ മൊഴി. കണ്ടുകെട്ടലിന് മുന്നോടിയായി വീണയുടെ 17.22 ലക്ഷം മരവിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടും ED അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. 2024 ഏപ്രിലാണ് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ ED ECIR രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിന് പിന്നാലെ സമൻസ് അയച്ചിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകാതിരുന്ന ശശിധരൻ കർത്തയെ ED ആലുവയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് വീണയ്ക്കും പിണറായി വിജയനും കുരുക്കായ നിർണായക മൊഴി. വീണയോ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കോ CMRLന് സേവനം നൽകിയിട്ടില്ല. പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് കരാർ നൽകിയതെന്നും ശശിധരൻ കർത്ത മൊഴി നൽകി. അതിനിടെ ശശിധരൻ കർത്തയുടെ മൊഴി തള്ളിയ പിണറായി വിജയൻ ഇത് മാധ്യമ സൃഷ്ടിയെന്നായിരുന്നു പ്രതികരിച്ചത്. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ? നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? മെയ് 27 നടത്തിയ വിശദമായ റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിരുന്നു. കണ്ടുകെട്ടലിന് മുന്നോടിയായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ ED റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വീണയുടെ HDFC ബാങ്ക് അക്കൗണ്ടിലുള്ള 1,37,088 രൂപയും എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 27,585 രൂപയും മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വീണയുമായി ബന്ധപ്പെട്ട ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ അക്കൗണ്ടിലുള്ള 15,57,414 രൂപയും മരവിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നു. വീണ നൽകാത്ത സേവനത്തിന്റെ ഇൻവോയ്സ് നിർമ്മിച്ചത് ഐഫോണിലാണ്. ഇതിന്റെ തെളിവിന് പുറമെ വ്യാജ IT സേവനത്തിന്റെ കരാറും ഫോണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.